ഇതിലൊരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന അടുത്ത 48 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ചർച്ച നടത്തി നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഹാർദവപരമായിട്ടൊരു വികാര നിർഭരമായ ഒരു മൊമെന്റ് ആണ് ഇപ്പോൾ മാർഷൽ കാണുന്നത്. അതുകൊണ്ട് ആ മൊമെന്റിലേക്ക് പോവുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ജി കാർത്തികേയൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് VD സതീശൻ. അദ്ദേഹം കണ്ണു നിറഞ്ഞ്, നമ്മളങ്ങനെ സതീശനെ അങ്ങനെ കാണാറില്ല അധികം. ജി കാർത്തികേയൻ്റെ പത്നി സുലേഖ ടീച്ചറുടെ മുന്നിൽ വികാര നിർഭരനായിട്ടാണ് VD സതീശൻ എത്തുന്നത്. ശബരിനാഥൻ അദ്ദേഹം ഉണ്ട്. നേമത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ വീട് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വീടാണ്. സുലേഖ ടീച്ചറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. VD സതീശനുമായി ജി കാർത്തികേയൻ്റെ പത്നി സുലേഖ ടീച്ചർ സംസാരിക്കുന്നു. അയ്യോ എനിക്ക് അറിയാം. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യ മുഖങ്ങളിലൊന്നായിരുന്നു ജി കാർത്തികേയൻ. കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ഒരു സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ VD സതീശൻ എത്തിയിരിക്കുന്നത്. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ആ കുടുംബത്തെ കേരളത്തിന് നന്നായി അറിയാവുന്നതാണ്. ഇപ്പോഴും രാഷ്ട്രീയമായി ആ കുടുംബത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. അവിടെയാണ് VD സതീശൻ എത്തിയിരിക്കുന്നത്. അതെ ശ്രീജ, VD സതീശൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു കുടുംബമാണ്, അല്ലെങ്കിൽ വ്യക്തിയാണ് ജി കാർത്തികേയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. ആ ഒരു ഓർമ്മ പുതുക്കലിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് VD സതീശൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് അദ്ദേഹം ഏതായാലും ഇന്ന് സന്ദർശിക്കാൻ പോകുന്നത് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെയാണ്. പലപ്പോഴും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെയധികം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതെല്ലാം പങ്കിടുകയാണ്. പ്രത്യേകിച്ചും ജി കാർത്തികേയനാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ വളർച്ച വലിയ സ്വാധീനം നൽകിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ പത്നിയും അതോടൊപ്പം തന്നെ മകൻ ശബരിനാഥനുമൊക്കെ ആയിട്ട് സൗഹൃദ സംഭാഷണത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. ഒപ്പം തന്നെ ശബരിനാഥൻ്റെ മകൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു. ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ VD സതീശൻ ഇത് ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവുമായി സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സിനിമാ താരമായ ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെല്ലാം ഈ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ VD സതീശൻ്റെ യാത്ര ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാത്രകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അദ്ദേഹം MLA ഹോസ്റ്റലിലെത്തി PJ ജോസഫിനെ കണ്ടിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ കാരണവരാണ് PJ ജോസഫ്. ഒപ്പം തന്നെ അദ്ദേഹവുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം, അടുപ്പം, അതിനെക്കുറിച്ചെല്ലാമാണ് അവിടെ വിശദീകരിച്ചത്. ഇനി ഏതായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനും തന്നെ അദ്ദേഹം ഇവിടെ നിന്നും യാത്ര തിരിക്കും. ഇനി അടുത്ത് അദ്ദേഹം പോകുന്നത് അടൂർ പ്രകാശിൻ്റെ വീട്ടിലേക്കാണ്. ശരി, വളരെ നിർണായകമായ കൂടിക്കാഴ്ചകളിലാണ് ഇന്നത്തെ ദിവസം VD സതീശനുള്ളത്. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം UDFൻ്റെ ചർച്ചകളിലേക്കൊക്കെ കടക്കും. അതിനു മുൻപുള്ള സമയത്ത് നേതാക്കളുടെ വീട്ടിലേക്ക് എത്തി അല്ലെങ്കിൽ നേതാക്കളെ നേരിട്ട് കണ്ട് സന്ദർശിക്കുകയാണ് ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി